അപ്പോൾ ഈ മഴയിൽ കുതിർന്ന പ്രഭാതത്തിൽ പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കൊപ്പം ഉള്ളത് മിസ്റ്റർ VS സനോജാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമുക്ക് വാർത്തകൾ നോക്കിയാലോ? അതെ, തീർച്ചയായിട്ടും. മഴ മാത്രമല്ല, ഏറ്റവും വലിയ വാർത്തകളുടെ, ചൂടുള്ള വാർത്തയുടെയും കൂടെ ദിവസമാണല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രം, അത് ഒരു വലിയ ചൂടുള്ള വാർത്തയായിരുന്നു. അപ്പം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ആര്യാൺ ഷൗക്കത്തിൻ്റെ തീരുമാനത്തിന് ശേഷം PV അൻവറിൻ്റെ നിലപാട്, അതിൽ തുടരുന്ന ഒരു അസ്വാരസ്യം, അതിൻ്റെ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്തായാലും പോകുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പോകുന്നത്. അപ്പം മഴയാണ്, തണുപ്പാണോ ഒക്കെ എങ്കിലും പക്ഷേ വാർത്തകൾക്ക് അതിൻ്റേതായ ചൂടുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുവന്നൂരിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട EDയുടെ കുറ്റപത്രവും തന്നെയാണ്. അതിൽ CPM നേതാക്കൾ പ്രതികൾ എന്നത് മാത്രമല്ല, പക്ഷേ K രാധാകൃഷ്ണനെ പോലൊരു ക്ലീൻ ഇമേജുള്ള ഒരു നേതാവ് അടക്കം കേസിൽ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ അതിൻ്റെ ആ കേസ് എത്ര കണ്ട് ഇപ്പോൾ നിലവിൽ ആ കുറ്റപത്രം എത്ര കണ്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇട നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഒപ്പം ഈ 68ാം പ്രതിയായിട്ട് CPIMനെ ഉൾപ്പെടുത്തി എന്നുള്ള ഒരു അത്യപൂർവ നടപടി കൂടെ സംഭവിച്ചിരിക്കുന്നു EDയുടെ കുറ്റപത്രത്തിൽ. അത് വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 68ാം പ്രതിയാവുക, അതായത് ഒരു പാർട്ടി നേതാക്കൾക്ക് പുറമെ ഒരു പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുക, അത് വളരെ അപൂർവമായ ഒരു കാര്യമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ പോലും, അല്ലെങ്കിൽ ആ കേസിൽ നേതാക്കന്മാരെ പ്രതി ചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതി ചേർക്കുക എന്നത് സമീപകാല ചരിത്രത്തിലില്ല എന്ന് അതിനകത്ത് മലയാള മനോരമയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയിൽ CPM പ്രതി നേതാക്കളും എന്ന് മനോരമ എഴുതുമ്പോൾ പാർട്ടി പ്രതി എന്ന് മാതൃഭൂമി എഴുതുന്നു. ഒപ്പം ദേശാഭിമാനി ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് ദേശാഭിമാനി അങ്ങനെയായിരിക്കുമല്ലോ എഴുതുന്നത്. BJPയുടെ തിരക്കഥ ED വാലാട്ടി എന്നാണ് പറയുന്നത്. ഒപ്പം വീക്ഷണം കുറച്ചുകൂടെ മറ്റൊരു ഭാഷയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ രീതിയുടെ, അല്ലെങ്കിൽ പത്രങ്ങൾ എഴുതുന്ന ഒരു ഭാഷയ്ക്ക് കുറച്ച് വിരുദ്ധമായ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരത്തിലുള്ള ഒരു പ്രയോഗം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും CPM നേതാക്കൾ കട്ടു എന്നുള്ള വീക്ഷണത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും മാധ്യമ അടക്കം, അല്ലെങ്കിൽ കൗമുദി അടക്കം എല്ലാ പത്രങ്ങളും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം, അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് EDയുടെ കുറ്റപത്രം എന്ന് നമുക്കറിയാം. ഏതായാലും അതിൻ്റെ ഉൾപേജുകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. എങ്ങനെ നേതാക്കൾ പ്രതികളായി, നിയമവിരുദ്ധ അക്കൗണ്ടുകളിൽ CPIMൻ്റെ 76 ലക്ഷം രൂപ എന്ന് മാതൃഭൂമി എഴുതുന്നു. ഇത് തീക്കളിയാണെന്നുള്ള CPMൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേതാക്കൾ എങ്ങനെ പ്രതിയായി എന്നുള്ളത് സംബന്ധിച്ച് വാർത്തയും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയൊരു ചർച്ചയാവാൻ പോകുക എന്ന് പറയുന്നത് ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി തീരുമാനത്തിൻ്റെ സമയത്ത്, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നിൽക്കുന്നൊരു സമയത്ത്, തെരഞ്ഞെടുപ്പിന് വെറും 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ED കുറ്റപത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പൊതുവെ EDക്കെതിരെ സുപ്രീം കോടതി അടക്കം കടുത്ത ഭാഷയിൽ വിമർശിച്ച BR ഗവായും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ED വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള തുറന്ന വിമർശനം നടത്തിയൊരു സമയം കൂടിയാണ്. അങ്ങനെ പലതരത്തിലുള്ള ആംഗിളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുറ്റപത്രം എന്നുള്ള കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. ഒപ്പം ഏതായാലും മനോരമ വളരെ ഉൾപേജിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് പറയേണ്ടി വരും. അതായത് കരുവന്നൂർ കേസും നിലമ്പൂരിലെ രാഷ്ട്രീയ പോരും തെരഞ്ഞെടുപ്പും തന്നെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് തന്നെ പറയാം. ഏതായാലും ഒപ്പം മറ്റു വാർത്തകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടാണ്. കാലവർഷക്കെടുതി, വളരെ ശക്തമായ മഴ എല്ലാ മേഖലകളിലും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളും, അത് മഴക്കെടുതിയും സംബന്ധിച്ച വാർത്തകളുടെ വിശദാംശങ്ങൾ മാതൃഭൂമി അടക്കം എല്ലാ പത്രങ്ങളിലും ഉണ്ട്. കനത്ത മഴ, 51 വീടുകൾക്ക് നാശനഷ്ടമെന്ന് മാതൃഭൂമി എഴുതുമ്പോൾ ഭീകര മഴ എന്നാണ്
മനോരമയുടെ ഉൾപേജിലെ വാർത്തയുടെ തലക്കെട്ട് തന്നെ ആ പ്രയോഗത്തിൽ തന്നെയുണ്ട്. അത് എത്ര കണ്ട് ആളുകളെ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട് അത് വലിയ ഒരു പ്രശ്നമായിട്ട് മഴ ആളുകളെ ബാധിച്ചിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് കൃത്യമായി അറിയാം. മറ്റൊന്ന്, ഈ മഹാകുരുക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഈ ദേശീയപാതയിൽ നടക്കുന്ന, അതായത് അങ്കമാലി മണ്ണുത്തി സ്ട്രെച്ചിൽ അവിടെ നടക്കുന്ന വികസനം, അവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലോക്കിനെ കുറിച്ചുള്ള വാർത്തയും ഏതായാലും വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം മനോരമയിൽ ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ട ഒരു രസകരമായ വാർത്ത എന്ന് പറയുന്നത്, ഈ ഇമ്മാനുവൽ മാക്രോയുടെ ജീവിത പങ്കാളി അവരെ മുഖത്ത് പിടിച്ച് തള്ളി എന്ന് മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ അവരുടെ ഒരു എക്സ്പ്രഷൻ പത്രവാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. നമുക്കിപ്പോൾ ഇനി ലീഡേഴ്സ് മോർണിംഗിലേക്ക് കയറേണ്ട ഒരു സമയം എത്തിയത് കൊണ്ടാണ് വി എസ് സനോജ്.